Hello everyone, welcome back to my YouTube channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കേണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഗിയർ ഇടേണ്ടത്, അല്ലെങ്കിൽ ഗിയറിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഗിയർ ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മളുടെ ഗിയർ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ചും ഗിയറും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന പക്ഷികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വഞ്ചിയിലല്ല, ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. ക്ലച്ചും ഗിയർ ബോക്സും തമ്മിൽ വല്ലാത്തൊരു കണക്ഷനാണുള്ളത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവിടെ ഡൈവേഴ്സ് ആവുകയാണ്. അപ്പോഴാണ് നമ്മൾ ഗിയർ മാറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എല്ലാ വണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും. പിന്നെ വലിയ ലോറിയൊക്കെ ആണെങ്കിൽ ലോഡില്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു കാർ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡീസൽ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലായിരിക്കും എടുക്കേണ്ടാവുക. പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡിലിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ അത് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് ഗിയറിൽ ഇട്ടായിരിക്കും നമ്മൾ വണ്ടി എടുക്കേണ്ടാവുക. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം കേൾക്കാൻ മാത്രമുള്ള ഒച്ച ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഡീസൽ വണ്ടി ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മൈക്കിൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാതെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. സ്റ്റാർട്ടാക്കിയിട്ട് ഓഫ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾ കാണിക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ എപ്പോൾ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് വണ്ടി എവിടേക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. മിസ്റ്റർ ക്യാമറമാനെ വാതിലിൽ നടക്കിയിരുന്നെങ്കിൽ ഒച്ചയുടെ ഒരു ആഘാതം കുറയ്ക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് കിടക്കുവാണ്. വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ നിർത്തിയിടാറ്. നിങ്ങൾ വണ്ടി നിർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ വണ്ടി നിർത്തിയിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കയറ്റത്തിൽ നിർത്തിയിടുമ്പോൾ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഫെയിലായി, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പൊട്ടിപ്പോയെന്നിരിക്കട്ടെ, അപ്പം നമ്മുടെ വണ്ടിക്ക് ഗിയറിൽ ആ വണ്ടി അവിടെ നിന്നോളും, ഗിയറിലാണെങ്കിൽ പോവില്ല. അപ്പം നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഞാൻ പലവരും കണ്ടിട്ടുണ്ട് ന്യൂട്രലിട്ടിട്ട് വണ്ടി എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ വണ്ടി നിർത്തിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി താക്കോല്. ഓരോ വണ്ടിയിലും പല രീതിയിലുള്ള താക്കോലായിരിക്കും. അപ്പൊ താക്കോലിനെ കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല. സ്റ്റിയറിംഗിലും ഒക്കെ പോയി ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ താക്കോലിട്ട് സ്റ്റിയറിംഗിന്റെ ലോക്ക് മാറ്റി ഇനി നമ്മൾ സ്റ്റാർട്ടാക്കാനായിട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റൊക്കെ നമ്മുടെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കുവാണ്. ഓക്കെ, ന്യൂട്രലിട്ട് മാത്രമേ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പാടുള്ളൂ, ഫസ്റ്റ് ഗിയറിലൊന്നും ഇട്ട് സ്റ്റാർട്ടാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് ഇപ്പോഴും വണ്ടി ഹാൻഡ് ബ്രേക്കിലാണുള്ളത്. നമ്മുടെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓഫ് ആയതിനു ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്. ഈ ലൈറ്റ് കട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടിയുടെ കീ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ന്യൂട്രലിലേക്ക് ആക്കിയിട്ടുണ്ട്, ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവാണ്. വണ്ടി ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടായി. ഹാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് വണ്ടി പോകുന്നൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ടായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് പോവാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുക, ക്ലച്ചും ചവിട്ടി പിടിക്കുക. നമ്മുടെ ഹാൻഡ് ബ്രേക്കിൽ നമ്മൾ മാറ്റുകയാണ്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഒരു ഇറക്കത്തിൽ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഫസ്റ്റിലിട്ടിട്ട് അങ്ങനെ ചവിട്ടി പിടിച്ചെടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ക്ലച്ചിന്റെ ബാലൻസ് പ്രോപ്പറായിട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ക്ലച്ച് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലച്ചിന് ഇത് പയ്യെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുക്കുമ്പോൾ വണ്ടിക്കൊരു ഒരു പിടുത്തം വരും. ഓക്കെ, വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ നമ്മുടെ കാലിൽ നമുക്ക് ഫീൽ ചെയ്യും, വണ്ടിയിൽ നമ്മൾ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് പയ്യെ കാലെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ക്ലച്ചിലും വണ്ടി ഓടുന്നതാണ്, ക്ലച്ചിലും വണ്ടി ഫ്രണ്ടിലേക്ക് പോകും. അത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ക്ലച്ചിൽ മാത്രമായിട്ട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും. അത് നമ്മൾ കറക്റ്റായിട്ട് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ക്ലച്ചിലാണ് ഞാൻ ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. കണ്ടോ, ക്ലച്ചിൽ വണ്ടി പോകും. ചെറിയ കയറ്റൊക്കെ ആണെങ്കിലും ക്ലച്ചിൽ വണ്ടി പോകും. കണ്ടോ, വണ്ടി മൂവിങ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലച്ചിലും അങ്ങനെ വണ്ടി പോകുന്നതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഇനി കയറ്റത്തിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റിലിട്ടിട്ട് കുറച്ച് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകുന്നതാണ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതല്ലായിരുന്നല്ലോ നമ്മുടെ കണ്ടന്റ് ഗിയറിനെ കുറിച്ചുള്ള കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ വണ്ടി ഓഫ് ചെയ്യാണ്. കണ്ടന്റിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോകുന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ വണ്ടി എടുക്കണം എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ വണ്ടി അങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് എടുത്തു. അതിനുശേഷം വണ്ടി കുറച്ച് മൂവ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെക്കൻഡിലേക്ക് ഇടണമല്ലോ. സെക്കൻഡിലേക്ക് ഇടാനായിട്ട്, അതായത് ഒരു ഞാൻ കഴിഞ്ഞ വീട്ടിൽ 20 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അത് കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടു. അത് ഞാൻ പറഞ്ഞത് ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് അങ്ങനെ പെട്ടെന്ന് ചടപെടാന്ന് ഗിയർ മാറ്റി പോകാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് കുറച്ച് ദൂരം സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് ഗിയറിലേക്കൊക്കെ പോകാനേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളങ്ങനെ ഗിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് പോകുമ്പോൾ ഗിയറിൽ ഇടാൻ മറന്നു പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം സ്റ്റിയറിംഗ് ഒക്കെ ഒരു വിധത്തിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗിയർ മാറ്റിയൊക്കെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി കയറി പോകാണെന്നിരിക്കും. ഒരു വണ്ടി കയറി നമ്മൾ കുറച്ച് ആക്സിഡൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് ഇടാൻ നേരത്ത്, അതായത് ഒരു സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ആ സ്പീഡിൽ തന്നെ അങ്ങ് പോവുള്ളൂ ഫസ്റ്റ് ഗിയറിൽ, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി സെക്കൻഡിലേക്ക് ഇടാം. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഡൈവേഴ്സ് ആവില്ല. കുറച്ച് കണക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഗിയർ ബോക്സിനെ അഫക്റ്റ് ചെയ്യാനും എഞ്ചിനെ അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി സെക്കൻഡിലേക്ക് ഇടുക. അതുപോലെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് തേർഡിലേക്ക് ഇടുക, ഫോർത്തിലേക്ക് ഇടുക, ദെൻ ഫിഫ്ത്തിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്പീഡും ടോർക്കിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ ഒന്നുകൂടി പോയി കണ്ടുവെക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഗിയർ മാറ്റേണ്ടത്. ഒരു കുളവി പുറത്തേക്ക് പോ ഗെറ്റ് ഔട്ട് പോടാ മോനെ, ഇതിൻ്റെ അത് പെട്ട ചൂടെടുത്ത് ചത്തുവും. കമോൺ ഗെറ്റ് ഔട്ട്. ആ പുള്ളികളെ കിടന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഗിയറിൻ്റെ വേണ്ട അപ്പോൾ ഗിയറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്തിനാണ് വെറുതെ ആ ഗ്ലാസ് പറഞ്ഞത്. അപ്പോൾ ഗിയർ അങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഗിയർ നമ്മളെ വണ്ടിക്ക് 5 ഗിയറാണുള്ളത്. 5 ഗിയറും അങ്ങനെ ക്ലച്ച് ചവിട്ടി മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ പലരും ചെയ്യുന്നതാണ് ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുക എന്ന് പറയുന്നത്. ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഈ ഒരു ചെറിയൊരു ഈ ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള ബന്ധം ചെറുതായിട്ടൊന്ന് ഡൈവേഴ്സായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ വീണ്ടും എഞ്ചിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. എഞ്ചിൻ പെട്ടെന്ന് നാശമായി പോകാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അപ്പോൾ ഗിയർ മാറ്റിയതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി വണ്ടി ഒരു സ്ലോ ആകുന്ന സാഹചര്യം, നമ്മളിപ്പോൾ 4ാമത്തെ ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി സ്ലോ ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്ലച്ചാണോ ബ്രേക്കാണോ ആദ്യം ചവിട്ടണമെന്നൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുക. പല സെനാരിയോസ് ഉണ്ടാവും. അതായത് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് പിടിച്ച് സ്ലോ ആക്കേണ്ട സെനാരിയോ ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് സ്ലോ ആക്കേണ്ട സെനാരിയോ ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട സെനാരിയോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ യുക്തിപൂർവമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ വണ്ടി മുട്ടാതിരിക്കാനാക്കിയിട്ട് സ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുക. അപ്പോൾ സ്ലോ ചെയ്തൊരു സ്പീഡ് ആയി കഴിയുമ്പോൾ ആ സ്പീഡ് താഴത്തേക്ക് പോയി കഴിയുമ്പോൾ വണ്ടി ആ ഗിയറിൽ പോകില്ല എന്ന് നമ്മൾ അറിയിക്കും. കാരണം വണ്ടി ഇങ്ങനെ പയ്യനെ അടിച്ചടിച്ചൊക്കെ തുടങ്ങും. അടിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് നാൾ ഓടിച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും സ്ലോ ആക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ വീണ്ടും ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ല വളരെ പെട്ടെന്ന് നിർത്തേണ്ട സമയമാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കിയിട്ട് വണ്ടി നിന്ന് കഴിയുമ്പോൾ ഫസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്ലോ ആക്കിയിട്ട് ഇട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ളൊരു ബന്ധം അവിടെ വിട്ടുപോകും. അപ്പോൾ ആ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വീലിലേക്ക് അപ്ലൈ ചെയ്യാതാവും. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടി ബ്രേക്ക് നിർത്തേണ്ട ഒരു അവസ്ഥ വരും. മറിച്ച് ഈ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എഞ്ചിൻ്റെ ആ ഒരു പവർ കൂടെ, എഞ്ചിൻ്റെ ആ ഒരു RPM കുറയണതിൻ്റെ ഒരു സ്ട്രെസ്സും അതുപോലെ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ ഒരു പവർ കൂടെ വരുമ്പോൾ വണ്ടി പെട്ടെന്ന് തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. അതായത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടി ആണോ ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാതിരിക്കും. ഇറ്റ്സ് മീ പോൾ സൈനിങ് ഓഫ്.